നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം വീഡിയോസ് കാണാത്തവര് കഴിഞ്ഞ ദിവസം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കാരണം നിഫ്റ്റിനായാലും ആ ഒരു ലോങ് ടൈം വ്യൂ നമ്മൾ ആ ഒരു വീഡിയോസിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റിയിൽ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് സംഭവിച്ചിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 25,030 പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു തുടക്കത്തിൽ. 22,990 താഴത്തേക്ക് കാലിൽ നിലനിർത്തിയ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയിൽ ആക്ച്വലി വരുന്ന ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. തുടക്കത്തിൽ ഓപ്പണിംഗ് സെന്റിമെന്റിൽ നല്ലൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് വരെ എക്സാക്ട് വന്നില്ലെങ്കിലും 22,900 സപ്പോർട്ട് നൽകിയിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് വരെ വന്നിരുന്നില്ല. 22,932 നിഫ്റ്റിയുടെ ലോ രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷമായാലും നിഫ്റ്റിയുടെ ബൈയിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഒരിക്കലും 22,990 മുകളിലല്ല, 23,030 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ നിന്നായാലും നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു. അതിനുശേഷം റെസിസ്റ്റൻസ് 22,130 അതിന്റെ അടുത്ത് വരെ പോയി റിവേഴ്സായി അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കി വന്നൊരു വോളറ്റൈൽ മാർക്കറ്റാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗിന്റെ സെന്റിമെന്റിൽ ശ്രദ്ധിക്കുക, ഇതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്ന സെന്റിമെന്റിലായിരുന്നു. പക്ഷേ ഫിൻ നിഫ്റ്റിയുടെ ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു. അപ്പൊ എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈരെ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ഫിൻ നിഫ്റ്റി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ബൈര ഒരു സെന്റിമെന്റിലായിരുന്നു. നിഫ്റ്റി തുടക്കത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എപ്പോഴും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു ഉപയോഗം എപ്പോഴും മനസ്സിലാക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കുക, റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു. 49,130 ഓപ്പണിംഗ് കാലിൽ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ റൈറ്റ് റെസിസ്റ്റൻസ് എപ്പോഴും നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിർത്താനായിട്ട് സാധിക്കും. നിഫ്റ്റി ആയാലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ റെസിസ്റ്റൻസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു പോകുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. നിഫ്റ്റിക്കായാലും 22,900 കുറച്ചൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. 22,900 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബൈ സെന്റിമെന്റിൽ കണ്ടിന്യൂ ചെയ്യും. ഹയർ ലെവലായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. റെസിസ്റ്റൻസ് ലെവല് കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം. 22,900 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പണിംഗിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ സ്റ്റോപ്പ് ലോസ് 22,940 22,900 പറയുന്ന ഒരു ട്രേഡിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. 22,940 അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 940 ഒരു മുകളിലായാലും ബൈക്കാണ് ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിം വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ റെസിസ്റ്റൻസ് ഉണ്ട്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഹയർ ലെവലും ലോവർ ലെവലും റെസിസ്റ്റൻസും ശ്രദ്ധിക്കുക. മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. എപ്പോഴും ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ മനസ്സിലാക്കിയാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ ഒരു 23,045 23,025 തൊട്ടടുത്താണ് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് എന്തിനാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 23,045 മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഇവിടെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും 23,025 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 23,045 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ വർക്കാകില്ല. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 23,045 മുകളിലാണ്. 23,025 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ 22,940 സപ്പോർട്ട് വരുന്നത്. പക്ഷെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 40 താഴെയല്ല, 22,900 താഴെയാണ്. 40 മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ്. ഓപ്പൺ ചെയ്യുന്നത് 900 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ 22,940 മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം.
22,800 800ന്റെ അടുത്തെത്തുമ്പോൾ ശ്രദ്ധിക്കുക. 800ന്റെ അടുത്ത് ചിലപ്പോൾ ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യത. ഇൻ കേസ് 800ന്റെ താഴത്തേക്ക് വന്നാലും 22,765 സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ലോവർ ലെവൽ സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. മാനേജ് ചെയ്യേണ്ട രീതികളും ശ്രദ്ധിക്കുക. അപ്പോൾ 22,800 ഇതാണ് ലോവർ ലെവൽ, കുറച്ചൊരു ഇമ്പോർട്ടന്റ് ലെവൽ. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലെവലിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്. 22,800ന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. തുടക്കത്തിൽ ഒരു ബൗൺസ് ചെയ്താലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈര ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ടിൽ നിന്നുള്ള മൂവ്മെന്റുകളൊക്കെ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. എനിക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 765 സപ്പോർട്ടാണ്. 765 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം 700ന്റെ തൊട്ട് താഴെ സപ്പോർട്ടാണ്. സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ് വരുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 23,075. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 23,045 ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കുക. അല്ലെങ്കിൽ 23,025 ഹോൾഡ് ചെയ്യുന്നത്. 25 വിട്ട് കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു മുകളിൽ ബൈസിന്റെ ലെവലാണ് 23,120. അതിനുശേഷം ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് 23,700. അപ്പൊ ഇതനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് തുടക്കത്തിൽ ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ കിട്ടിയത് കൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 49,125 സപ്പോർട്ടിലാണെങ്കിൽ 49,250 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രീ വലിയ ടൈം ഫ്രീ കിട്ടിയാലും യൂട്ടിലൈസ് ചെയ്യാം. 49,125 സ്റ്റോപ്പ് ലോസ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ താഴെയാണ്. 49,125 താഴെയാണെങ്കിൽ തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ട് കാണുന്നത് 49,010 സപ്പോർട്ട് കാണുന്നത്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതിന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. തിരിച്ച് ഈ റെസിസ്റ്റൻസിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഹയർ ലെവൽ 49,500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കണം. 600 തൊട്ടടുത്ത റെസിസ്റ്റൻസ് ആണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് സെയിം ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും തിരിച്ചതിന്റെ താഴത്തേക്ക് ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 49,500 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്? ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ 21,950 ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. 21,875 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 21,950 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇൻട്രാഡേ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 21,875 താഴെയാണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാൾ മാർക്കറ്റിൽ കിട്ടും. അടുത്തൊരു സപ്പോർട്ട് എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. ഓപ്പൺ ചെയ്യുന്നത് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ താഴെ ഇതുകൊണ്ട് തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നത് 22,075 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 22,070 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 21,115 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഇതിന്റെ താഴെ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിനാണ് കൂടുതൽ സാധ്യത. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് വരും ദിവസം ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.